നിങ്ങൾ എന്താ ഇവിടെ? അയ്യോ രക്ഷപ്പെട്ടു. അവൻ ചത്ത്. അയ്യോ നാളാ നമുക്ക് വിഷു തന്നെ ഇറങ്ങണ്ടേ? 12 മണിക്കല്ലേ വിഷു, അപ്പൊ 12 മണിക്ക് ഇറങ്ങിയാ പോരെ? അതെ. അതാരാടാ കള്ളനോ? കണ്ണനോ? കണ്ണനോ? ഇത്ര പെട്ടെന്ന് നാളല്ലേ പറഞ്ഞത്? കണ്ണനല്ലടാ കള്ളൻ. കള്ളോ? നമ്മുടെ നാട്ടിൽ കള്ളനും? എന്റെ നാട്ടിലും കള്ളനോ? ആരണോ? എന്തായാലും അവന്റെ വീട്ടിൽ വരെയെന്ന് ഇപ്പോ ഇനി ഞാൻ അടിച്ചത് മനസ്സിലായി കാണൂ. എന്തായാലും അവിടെ ചെല്ലുമ്പോ ഒന്ന് അഭിനയിച്ചേക്കാം. അല്ലെ ആദ്യം കാണൂ. യോ എന്തോ പറ്റിടാ? പാലമ്പാവും അല്ലെ പിന്നെ യോ എന്തോ പറ്റിടാ? അത് ദയനീയോ? എന്തായാലും നോക്കാം. അല്ല ഇതൊക്കെ എന്തോ പറ്റിയതാ? ഒന്നും പറയണ്ടടിയാ. ഇന്നലെ നീ പറഞ്ഞ പോലെ കാവ്യയുടെ വീട്ടിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങി ഓടിയതാ. ഏതോ ഒരുത്ത് എനിക്കിട്ട് അടിച്ചടാ. നിനക്കേ അടിച്ചതാരാണെന്നൊന്നും ഓർമ്മയില്ലല്ലോ അല്ലേ? ഇറങ്ങി ഓടിയ വഴിക്ക് എന്തൊരു മിന്നൽ വന്ന് അടിച്ച പോലെ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ എന്നെ അടിച്ചവൻ ദൈവമേ ദേവിയേ പ്രശ്നമൊന്നും ഉണ്ടാവാതെ കാത്തോണേ. പ്രവീൺ ചേട്ടാ, നീതു എന്താ പതിവില്ലാതെ അമ്പലത്തിലോട്ടൊക്കെ? അതും വേണമല്ലോ. എന്ത് കൂടുതൽ ആളെന്ത്? ആര്? കാവ്യോ? ചേട്ടൻ അത് ഇതുവരെ വെച്ചില്ലല്ലേ? ഇന്ന് പിറന്നാളായിട്ട് വരാന്ന് പറഞ്ഞതാ. ഇന്നലെ വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ഇങ്ങനെ രാവിലെ വിളിച്ചു പറഞ്ഞു. വരത്തില്ലായിരുന്നു. എന്താ ആലോചിക്കുന്നേ? ഞാന് ഗണപതി തൊഴണോ മുരുകനെ തൊഴണോ എന്ന് ആലോചിച്ചതാ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അല്ല അപ്പോഴാലോചിച്ച് എനിക്ക് വേറൊരാളെ കാണണം. ഞാൻ അങ്ങോട്ട് പോവാ. ഇല്ല അവളിപ്പോ കോളേജിൽ നിന്ന് വരുന്ന സമയല്ലേ, എന്തിനാ വെറുതെ? ഇല്ലടാ എല്ലാം ഞാൻ വിട്ട് കിട്ടിയ അടിയോടെ മതിയായി. ഓ ഇനിയിപ്പോ ഒന്നുമില്ലടാ, വേണ്ട. ശരി. എടാ നീ എവിടെ പോവാ? ഒന്നുമല്ലടി, ഞാനൊരു കൂട്ടുകാരെ നോക്കിയിരുന്നേ. എടാ അരുണിന്റെ നമ്പർ ഒന്ന് തരുമോ? എന്തിനാടി? നിന്റെ വീട്ടുകാരെ വിട്ട് കൊല്ലിക്കാനാണോ? എടാ അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. നീ അവന്റെ നമ്പർ ഒന്ന് താ. എടി അവനിനി നിന്നെ ശല്യപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് അടി പറഞ്ഞേ. അവൻ വിട്ടത്. എന്തായാലും ഞാൻ നമ്പർ തരാം. ഹലോ ആരാ? എടാ ഞാനാ കാവ്യ. എടോ ഞാനേ ഇനി തന്നെ കാണാനോ തൻ്റെ വീടിൻ്റെ അവിടെയോ ഒന്നും ഞാനിനി വരുന്നില്ല. കിട്ടിയ അടിയോടെ എനിക്കെല്ലാം മതിയായി. എടാ ഞാൻ അതിനല്ല വിളിച്ചത്, ഞാനൊരു സോറി പറയാൻ വേണ്ടി വിളിച്ച.
അമ്മ ഞാൻ നീതുവിന്റെ വീട്ടിൽ പോയിട്ട് വരാവേ. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവായിരുന്നു? ആളുകളാ കല്യാണം നടക്കാനായിട്ട്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഓ ചെടിക്കകത്തെല്ലാം വീണ് പോണടാ. ഓ എന്തിനാ ദേഹത്ത് പറ്റി? നീ കേറിക്ക്, നാട് മൊത്തം കല്യാണം മുടക്കിടാ. നീ വണ്ടി കയറി പെട്ടെന്ന്, സമയമില്ല. ആഹാ, ഞാൻ ശരിയാക്കി തരാടാ. എങ്ങനെയും ഈ കല്യാണം മുടങ്ങാതിരുന്ന മതിയായിരുന്നു. നീ ടെൻഷൻ അടിക്കാതിരിക്കും. ഓ സമയമായി, ഇതുവരെ SR എത്തിയിട്ടില്ല. നീ എന്തെടുത്ത് ടെൻഷൻ അടിക്കുന്നേ? നിൽക്കുന്നു, ഞാൻ ഇവിടെ തീയുടെ പുറത്താ നിൽക്കുന്നത്. മോളെ അത് വേണ്ട. തമാശയുടെ സമയമല്ല, ചുറ്റും കല്യാണം മുടക്കികളാണ്. ജീപ്പ് ചെയ്താ ഈ വണ്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇതേ കല്യാണം മുടക്കാൻ പറ്റുന്ന ടീമായിട്ട് വന്ന് ഇപ്പൊ നീ ആരുടെ കാര്യമായി പറയുന്നേ? നോക്കി നീ. അയ്യോ യുവയുടെ പ്രശ്നമായിരുന്നു തോന്നുന്നത്. അത് നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്? അതല്ല, പ്രശ്നം വന്നിട്ടുണ്ട്, പ്രശ്നം ഉണ്ടാക്കുക. വെക്കണോ? ദൈവമേ, ഇവന്മാരെല്ലാം പ്രവീണിന്റെ ആളുകളാ. അഭിഷേകം അശ്വതി എവിടെ പോയി കിടക്കുക? ഒരു ബലത്തിന് ആരും ഇല്ലല്ലോ കൂടെ. എടി ഞാൻ വന്നു. നീ ഇതെവിടെ പോയി കിടക്കുക? വീട്ടിൽ കള്ളൊക്കെ പറഞ്ഞിറങ്ങണ്ടേ? നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഓ സൗന്ദര്യമൊക്കെ പിന്നെ. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളായിരുന്നു ഇവിടെ നിൽക്കുന്നത്? ഓഫീസ് ഫ്രണ്ടിലല്ലേ? ഓ പേടി പേടി. അതല്ല അളിയ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താടാ? നീ ഒന്ന് പറഞ്ഞിട്ട് നോക്കി. എടാ, ഇതാ പ്രവീണും ഗ്യാങ്ങുവാ. കല്യാണം മുടക്കാൻ തന്നെ വന്നേ അമ്മര്. നീ ഒന്നോട് നോക്കി അമ്മ എന്തോ ചെയ്യുന്നെന്ന്. അനക്കമുണ്ട്. ഓഹോ, ശരിക്കും പ്രശ്നം മാറാ. ഓ ശരിയേട്ടാ. രജിസ്റ്റർ മാരേജിന് വന്നായിരിക്കും അല്ലേ? അല്ല, രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് പ്രേമിക്കാൻ പറ്റത്തില്ലല്ലോ. ചേട്ടാ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞത് എന്താ? ചേട്ടൻ ഇപ്പോഴും കാവ്യ ഇഷ്ടമാണോ? അല്ല, അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവളുടെ പുറകെ ഇനി ചേട്ടൻ നടക്കുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെ തുറന്നു പറയാലോ, എനിക്ക് ചേട്ടനെ ഇഷ്ടം.
കാര്യങ്ങളൊക്കെ സൂപ്പറിൻഡിങ് ആയോണ്ടേ നമുക്ക് ഓരോ ഫോട്ടോ എടുത്താലോ? ഏതാ ആവാ. ഒരു മിനിറ്റ്. കാര്യങ്ങളൊക്കെ നല്ലതായ സ്ഥിതിക്ക് നീ ഹാപ്പി അല്ലടാ? ഇച്ചിരി കഷ്ടപ്പെട്ടെങ്കിലും നല്ല ഹാപ്പിയാടാ. നീ എന്റെ കാര്യോടെ പരിഗണിച്ചതിന് നന്ദിയുണ്ട്. എന്റെ എന്ത് കാര്യം? അല്ല, അശ്വതി നിന്റെ അമ്മാവന്റെ മോള് അശ്വതി. എടാ അതൊക്കെ പിന്നെ നീ ഇപ്പൊ പോയി നമുക്കൊരു ഫോട്ടോ എടുക്കാം. ചെല്ലി